എവിടെയോ ഞാൻ വായിച്ചതാണ്, മലയാളത്തിന്റെ മെഗാതാരം ചേച്ചിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊരു. ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം മമ്മൂക്കന്റെ അവസരം ഇല്ലാണ്ടാക്കാൻ അതാണ് ബന്ധം, ഒരു അവിഹിത ബന്ധം. അവസരമില്ല, മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരം ഇല്ലാണ്ടാക്കി. സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരുമല്ല, സാറ് തന്നെയാ. ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇടപെടണ്ടേ? ഇടപെടണം, പക്ഷെ ഇപ്പൊ വേണ്ട. ഇപ്പൊ ഇടപെട്ടാൽ നമ്മളും പെടും. നമ്മുടെ സമയം തീരെ ശരിയല്ല. അപ്പൊ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനത് അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇന്നസെന്റ് ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു. അത് വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ താൻ അവതരിപ്പിക്കുകയും വേണം. അതിനെങ്ങനെയൊക്കെ പ്ലേ ചെയ്യണോ അങ്ങനെയൊക്കെ പ്ലേ ചെയ്യണം, മനസ്സിലായോ? ഇങ്ങനെ എല്ലാരും എന്നോട് പറയുന്നു. അപ്പൊ പറഞ്ഞു ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, ചോദിക്കണ്ട, മമ്മൂക്കൈ ഉണ്ട് അവിടെ. ഞാൻ എന്തിനാ ജനിച്ചേ? ഞാൻ എന്തിനാ ജനിച്ചെന്ന്? ഇതിനൊക്കെ തന്നെ താനല്ലാതെ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ വേറൊരു സ്ഥാനാർത്ഥിയില്ല ഈ ഭൂലോകത്ത്, മനസ്സിലായോ? എനിക്കതില് സങ്കടമൊന്നുമില്ല, പിന്നെ പരാതിയില്ല എന്ന് മമ്മൂക്കയോട് പറയണം. കാരണം സത്യം പറയാമല്ലോ, ഏതാനും താരങ്ങൾ ചവിട്ടിക്കൊടിച്ച ചെളിയാണ് ഇന്നത്തെ മലയാള സിനിമ. ഞാനും മമ്മൂക്കയും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവൻ വിചാരിച്ചാലേ എനിക്ക് എന്തും കിട്ടൂ എന്നാണ് എന്റെ വിശ്വാസം. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. പടച്ചവൻ തരണ്ട എന്ന് വിചാരിച്ച ഒരു സാധനം ആര് വിചാരിച്ചാലും എനിക്ക് തരാനും പറ്റില്ല, അത് തടുക്കാനും പറ്റില്ല. അയാൾക്ക് നമ്മളോട് എന്തിനാ ഇത്ര ശത്രുത? അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. ആദ്യ വിവാഹം, ആ വിവാഹത്തിലും ഈ പറഞ്ഞ ഈ ഒരു മമ്മൂക്കയുടെ ഒരു ഇടപെടലോ മമ്മൂക്കയുടെ ഇഷ്ടമില്ലായ്മ എന്തൊക്കെയോ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് അവരെ സ്വാധീനിക്കാം. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ പക്ഷേ. ആ ഒരു ഫസ്റ്റ് വിവാഹ ജീവിതത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങളുടെ മാരേജ് പെട്ടെന്നങ്ങ് കഴിഞ്ഞു. അപ്പൊ അതില് പുള്ളിക്ക് എന്നോടതൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിനെ ചീത്ത മാത്രം പറഞ്ഞാ പോരാ. എന്നോടതൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയാനുള്ള ഒരു സാഹചര്യവും അങ്ങനെയുള്ള ഒരു പുള്ളി അങ്ങനെ എന്തെങ്കിലും ദേഷ്യം വെച്ച് പുലർത്തുന്ന ഒരാളാണോ? എനിക്കറിയില്ല, അതിനെ കുറിച്ച് എനിക്കറിയില്ല. സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചോ, ആവശ്യം വരും.